ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബ്ലൂ സോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ സെന്റിനേറിയൻസ് 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യർ കൂടുതലായി വസിക്കുന്ന പ്രദേശങ്ങളെയാണ് ഈ ബ്ലൂ സോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റലി, ജപ്പാൻ, ഗ്രീസ് ഇതെല്ലാം അതിൽ ചിലത് മാത്രം. ഈ ബ്ലൂ സോണിൽ ജീവിക്കുന്ന മനുഷ്യർ കോമൺ ആയി ഫോളോ ചെയ്യുന്ന 9 കാര്യങ്ങൾ. ഈ 9 കാര്യങ്ങളാണ് ഇവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുന്നത്. 100 വയസ്സോ അതിൽ കൂടുതലോ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്ക് കൊടുക്കുന്നത് ഈ 9 കാര്യങ്ങളാണ്. ഇതിനെ പവർ 9 റൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കിതിനെ 9 പില്ലേഴ്സ് ഓഫ് ലോഞ്ചവിറ്റി എന്ന് വിശേഷിപ്പിക്കാം. അതായത് ആയുസ്സിന് വേണ്ടിയ 9 നെടും തൂണുകൾ. അതിൽ നമ്പർ 1 മൂവ് ഓർ മൂവ്മെന്റ്. പല പഠനങ്ങളും പറയുന്നത് സെഡൻറ്ററി ബിഹേവിയർ, അതായത് എപ്പോഴും ഇരിക്കുന്ന പ്രകൃതമുള്ളവർ, സ്വഭാവമുള്ളവർ. എക്സാമ്പിൾ, ഒരു ദിവസം 13 മണിക്കൂറും ഇരിക്കുന്നവർ, അല്ലെങ്കിൽ മിനിമം 4000 സ്റ്റെപ്സ് എങ്കിലും ഒരു ദിവസം നടക്കാത്തവർ, ഇവരെയാണ് നമ്മൾ സെഡൻറ്ററി പീപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരക്കാരെ സംബന്ധിച്ച് ഇവർക്ക് എക്സസൈസ് മൂലമുണ്ടാകുന്ന മെറ്റബോളിക് ബെനിഫിറ്റ്സ് ഇത് കുറവായിരിക്കും. അതായത് ഫാറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, വിറ്റമിൻ മെറ്റബോളിസം, സെല്ലുലാർ എനർജി മെറ്റബോളിസം തുടങ്ങിയ ഗുഡ് ഹെൽത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ പ്രോപ്പറായി നടക്കില്ല ഇവർക്ക്. എന്നാൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന ഒരു പ്രവണതയുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ജസ്റ്റ് ഡു സോളിയസ് പുഷപ്സ്. അതായത് നിങ്ങളുടെ ഹീൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ മെറ്റബോളിസം ഏകദേശം 1 മണിക്കൂർ സമയം വരെ ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താൻ സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ലേ? ഈ ബ്ലൂ സോണിലെ മനുഷ്യർ ശീലിച്ചിരുന്ന രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വൈൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ആൽക്കഹോളിക് ബെവറേജസ് കുടിക്കുന്നത് ശരീരത്തിന് കേടല്ലേ എന്ന്. ശരിക്കും അത് കേട് തന്നെയാണ്. ബട്ട് ഇവിടെ സെന്റിനേറിയൻസ്, അതായത് ബ്ലൂ സോണിൽ ജീവിക്കുന്ന മനുഷ്യർ ചെയ്യുന്നത് ഈ ആൽക്കഹോൾ കുടിക്കുന്നതിലും ഒരു സോഷ്യലൈസേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ആൽക്കഹോൾ അല്ല അവിടെ ഇമ്പാക്റ്റ് ആകുന്നത്, മറിച്ച് അത് കുടിക്കപ്പെടുന്ന രീതിയാണ് അവിടെ ഫലവത്താകുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, അവർ ആൽക്കഹോൾ വാരി വലിച്ച് കുടിക്കാറില്ല, അതിലും ഒരു മോഡറേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഡിസ്ക്ലൈമർ ഇവിടെ പറയാനുണ്ട്, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇവിടെ ഞാൻ ആരെയും ആൽക്കഹോൾ കുടിക്കാൻ പ്രചോദിപ്പിക്കുന്നില്ല. നമ്പർ 3, ബ്രീത്തിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും സ്ട്രെസ് ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്. ആൻഡ് ഇത് പലപ്പോഴും അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് ഒഴിച്ചു മാറ്റാനേ പറ്റില്ല. കൂടാതെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരവുമാണ്. സ്ട്രെസ് വന്നാൽ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങളുടെ ഇമോഷൻസ് റേസ്ഡ് ആകുന്നു, നിങ്ങൾ ടെൻസ്ഡ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ അപ്പോൾ തന്നെ ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒരു 4 സെക്കൻഡ് സമയം അത് ഹോൾഡ് ചെയ്യുക. ദെൻ റിലീസ് ഇറ്റ് ത്രൂ യുവർ നോസ്. മൂക്ക് വഴി അത് പുറത്തേക്ക് വിടുക. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ബ്ലൂ സോൺസിലെ ജനത സ്ട്രെസ് റിലീവ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണിത്. നമ്പർ 4, പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്. ഈ ബ്ലൂ സോൺ ജനത കൂടുതലായി മോസ്റ്റ്ലി പ്രിഫർ ചെയ്തിരിക്കുന്നത് സസ്യാഹാരങ്ങളാണ്, പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആണ്. ചിലപ്പോഴൊക്കെ മൂഡ് മാറി വല്ലപ്പോഴും അനിമൽ പ്രോട്ടീൻ ട്രൈ ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ അവർ 3 to 4 ounce സെർവിങ്സ് പോർക്കാണ് കൂടുതൽ എടുക്കാറ്. നമ്പർ 5, ഫൈൻഡ് യുവർ ക്രൂ. ഈ സെന്റിനേറിയൻസ് അവരുടെ ഈ ആയുർദൈർഘ്യത്തിന്റെ മുഖ്യ കാരണങ്ങൾ ഒന്നായി പരിഗണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസിനൊക്കെയാണ്. കാരണം ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ റിലീസ് ആകും, ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ. ഇതിനെയാണ് ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അതുപോലെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഇതിനൊക്കെ ലോങ് ടേം ആയിട്ട് ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. നമ്പർ 6, 80% റൂൾ. ഈ 80% റൂൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ആമാശയത്തിന്റെ 80% മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴാണോ ഫുൾ ആയ ഒരു ഫീൽ ഉണ്ടാകുന്നത് അപ്പോൾ ആഹാരം കഴിക്കുന്നത് നിർത്തുക. ഇതിനോടൊപ്പം തന്നെ ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞ അളവിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാരം അത് അത്താഴമായിരിക്കണം. ഈ അത്താഴം കുറച്ച് നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വൈകുന്നേരത്തിന്റെ തുടക്കത്തിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ കഴിക്കുക. അതിനുശേഷം ഒരു തരത്തിലുള്ള ആഹാരവും കഴിക്കരുത് എക്സെപ്റ്റ് വാട്ടർ. വെള്ളമൊഴികെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. നമ്പർ 7, സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഇമോഷണലി മാത്രമല്ല നമ്മളെ ഹെൽത്തി ആക്കുന്നത്, നമ്മുടെ ആയുർദൈർഘ്യവും അത് കൂട്ടും. ഇതിനുവേണ്ടി ബ്ലൂ സോണിലെ ജനത ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളെയും ഇവരോടൊപ്പം താമസിപ്പിക്കും. ഇവർക്ക് കുട്ടികളുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം, ഒരു ദിവസത്തിന്റെ കൂടുതൽ സമയവും ഈ കുട്ടികളോടൊപ്പവും മാതാപിതാക്കളോടൊപ്പവും ചിലവഴിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്പർ 8, സർവീസ്. സേവനം ചെയ്യുന്നത് നമ്മുടെ ആയുസ് കൂട്ടുമെന്നത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരു മാസം 4 പ്രാവശ്യമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. അത് റിലീജിയൻ ബേസ്ഡ് സർവീസ് ആകാം, അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള സർവീസ് ആയാലും അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. If religion is not your cup of tea, then you can choose any other service that makes you feel satisfied. ഇത്തരത്തിൽ സർവീസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിത ദൈർഘ്യത്തിന്റെ ഏകദേശം 14 വർഷ കാലയളവ്
കൂട്ടുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. നമ്പർ 9, നോ യുവർ വൈ. ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നമ്മുടെ ലൈഫിലെ ഒരു പർപ്പസ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടാം. 3 ക്വസ്റ്റ്യൻസ്, അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? യുവർ പാഷൻ. ഞാൻ എന്തിലാണ് മികച്ചു നിൽക്കുന്നത്? യുവർ പ്രൊഫഷൻ. ഈ ലോകത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? യുവർ മിഷൻ. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടാം. സോ ഇത്തരത്തിലുള്ള 9 പില്ലേഴ്സ് ആണ് ഈ ബ്ലൂ സോൺസിലെ ജനത പിന്തുടരുന്നതും അതിലൂടെ അവർ സെന്റിനേറിയൻസ് ആകുന്നത്. സോ നിങ്ങൾ എല്ലാവരെയും ഒരു സെന്റിനേറിയൻസ് ആകാൻ ഞാൻ വിഷ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ടു ബിക്കം എ സെന്റിനേറിയൻസ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.